ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് ആണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് പൗർണമിക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫീലിങ്സിലൊക്കെ ഒരുപാട് റിഫ്ലക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഈവനിങ് വരെ. എന്ത് പറ്റി എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. വോയിസിന് പ്രോബ്ലം ഉണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. ഒരു ലോങ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ വരുമ്പോൾ നല്ല സ്ട്രെയിൻ ആയിരിക്കും എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ അത്രയും ഒരു എഫേർട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇന്നും അത്രയും ഓക്കെയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. ഒരുപാട് പേർക്ക് മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ഒരുപാട് പേര് അന്വേഷിച്ചല്ലോ, ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ്റെ ഓവറോൾ എനർജി എടുക്കാം. ഔട്ട്സൈഡർ, കമ്പാരിസൺ, പ്രൊജക്ഷൻസ്, ന്യൂ വിഷൻ, integration, suppression and slowing down. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതായത് ഇപ്പോൾ ഇതിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ ജേർണി നടക്കുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള ദുഃഖം, ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയും പല കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും നമ്മൾ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കാണാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള ഇൻസിഡൻസ് വരും. അത് നമ്മളെ ബുദ്ധിമുട്ടിച്ചെന്നിരിക്കാം, എന്നിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. നമ്മൾ നോർമലി പോകുന്ന പോലെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു മാറ്റം നമുക്കറിയാൻ കഴിയണമെന്നില്ല. അപ്പോൾ ആ ഒരു ജേർണിയിലൂടെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് നമുക്കിവിടെ കാണാം. മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു സെപ്പറേഷൻ ഫേസ് ഉണ്ട്. ചിലവർ കംപ്ലീറ്റ്ലി അകന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ചിലരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതില്ലാത്തതിന് തുല്യമായിരിക്കും. അതായത് അതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടും അതിൻ്റെ ഒരു ഗുണഫലങ്ങളോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ വേണ്ടുന്ന കാര്യങ്ങളോ അനുഭവിക്കാൻ പറ്റാത്ത ഒരു എനർജിയിൽ നിൽക്കുന്ന ആരുടെയൊക്കെ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അതായത് ആ ഒരു പടിക്ക് പുറത്തായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒന്നും അല്ലാതായിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്കിടയിൽ ആ ഒരു തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ആ ഒരു വിഷൻ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിലനിൽക്കുന്നൊരു അവസ്ഥയായിരിക്കാം. അതായിരിക്കാം നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസ് കൊണ്ടുവന്നിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫർമേഷൻ പല കാര്യങ്ങൾ ആ ഒരാൾ മനസ്സിലാക്കുന്നൊരു സമയം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളും നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെന്തായിരുന്നു അവരെന്താണെന്നൊക്കെ ഇവർക്ക് അറിയാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവാം. ആ ഒരു നല്ല രീതിയിൽ സെപ്പറേഷനിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളെ ആ ഒരു പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. അതെല്ലാം മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലായിരിക്കാം നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് ഈ പറഞ്ഞൊരു കാര്യമാണ്. ഇതിനകത്തൊരു ബാലൻസ് വരണം, ഒരു സ്റ്റെബിലിറ്റി വരണം എന്നുള്ളത് വളരെ തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു സിറ്റുവേഷനാണ്. കൂടുതലൊരു ഫോക്കസും ഇതിൽ തന്നെയാണ്. ഇത് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു. ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം ചിലപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ തീർത്തും നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ഫേസിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഒരു സാന്നിധ്യം എന്തായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നതൊക്കെ ഈ ഒരു സമയത്തായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തടസ്സം കൊണ്ട് തന്നെ ആ ഒരു സെപ്പറേഷൻ ഫേസ് അനുഭവിക്കുന്ന ആരുടെയൊക്കെയോ എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഇത്രയും ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നത് പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ മാറിയിരിക്കുകയാണ്. അതായത് ആ ഒരു സ്ലോയിങ് ഡൗണിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു പെയിനും വിഷമവും ഈ ഒരു സഫോക്കേഷനൊക്കെ അനുഭവിച്ച് മടുത്തു. എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ പാട്ടിന് വരട്ടെ എന്നുള്ളൊരു രീതിയിൽ പോവാണ്. നേരത്തെ കുറച്ചൊരു ധൃതിയായിട്ടുള്ള വളരെ പാനിക്കായിട്ടുള്ള വ്യക്തികളായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം യൂണിവേഴ്സിന് വിട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ വരട്ടെ എന്നുള്ളൊരവസ്ഥയിൽ പോയിരിക്കുന്ന ആൾക്കാരായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഇന്നോ ഇന്നലെയോ ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സെപ്പറേഷൻ ഫേസ് അല്ല. കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു പിരിമുറുക്കത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കണം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവുക, ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുക, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവുക, പല കാര്യങ്ങളും നിങ്ങളെ തമ്മിൽ അകറ്റിക്കളയുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് ശ്രമിക്കാം. Five of Cups, the Devil, Hanged Man, King of Cups, Four of Swords, Nine of Cups, Ace of Cups, Eight of Coins, the Hierophant, Knight of Wands, Three of Swords, the High Priestess, Six of Cups, the Moon, Nine of Swords, and one more, the Fool. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ്റെ എനർജിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഇവർക്കൊരു സ്റ്റക്നെസ് ഉണ്ട്. അല്ലെങ്കിൽ ഏതോ ഒരു കാര്യം ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് വരുന്നതിനായിട്ട് തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു തടസ്സം ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയുന്നില്ല. അതിനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടും അവർക്കതിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാടൊരു റിഗ്രറ്റ് ഉണ്ട്. മാത്രമല്ല നല്ലതുപോലെ ഒരു പെയിൻ ഈ ഒരു പേഴ്സണും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു സിറ്റുവേഷൻ എനർജിയിൽ കണ്ടതുപോലെ ഈ ഒരു വ്യക്തിക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പെയിൻ ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ആങ്സൈറ്റി, ഫിയർ, നല്ല രീതിയിലുള്ള ഒരു വിഷമം, കുറ്റബോധമൊക്കെ ഈ ഒരു പേഴ്സണും ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവർക്ക് ആ ഒരു നഷ്ടബോധമുണ്ട്. അല്ലെങ്കിൽ അവരെ കൊണ്ട് ചിലപ്പോൾ ഒന്നിനും കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം. ആ ഒരു സങ്കടം നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ അവരുടെ നമ്മളിവിടെ വേറെ പല എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വേറെ പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസിക വിഷമം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ അതിനവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ആലോചിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്. എന്നാൽ എന്തെങ്കിലും അതിന് വേണ്ടി ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനും പറ്റുന്നില്ല. ആകെ മൊത്തം ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ പെട്ടിരിക്കുക എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അവർക്ക് ആ ഒരു സ്റ്റക്നെസ് ആണ്. എന്നാൽ അവർ ഒരുപാട് പല രീതിയിൽ ആലോചിച്ച് നോക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്.
മാത്രമല്ല ഇവരുടെ ആ ഒരു ഇമോഷൻസ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് എന്താണോ, അത് അവർ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഓൺ ആൻഡ് ഓഫിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും അവർ പ്രകടിപ്പിക്കുന്നേ ഇല്ല. കാരണം അത് അവരവരുടെ മനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷണലിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളോട് ഒരുപാടൊരു സ്നേഹം, താല്പര്യമൊക്കെ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മറഞ്ഞിരുന്ന് സ്നേഹിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് എന്താണെന്നുള്ളത് കാണിക്കാതിരിക്കുക എന്നൊക്കെ പറയില്ല. അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ആയിരിക്കും അത് ആ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ടും എല്ലാം സഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ സെപ്പറേഷൻ എനർജിയൊക്കെ നമ്മൾ സിറ്റുവേഷനിൽ കണ്ടതാണ്. അതൊരുപക്ഷെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയും കൂടി ആയിരിക്കാം. അത് നിങ്ങളുടേത് മാത്രം ആവണമെന്നില്ല, ഇവരുടെ എനർജിയും കൂടി ആയിരിക്കാം. കാരണം ഇതിനകത്ത് നമുക്കത് നല്ല രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവരത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരികയാണ്, അല്ലെങ്കിൽ ഇന്നതുപോലെ പോവാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതേപോലെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ അതവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ അവർ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ആ ഒരു റെസ്റ്റിങ്ങിലിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷനും എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്റ്റക്കായിട്ടിരിക്കുന്നു. റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഒക്കെ പോകുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇമോഷണലി ഒക്കെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു താല്പര്യമുള്ളൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കണക്ഷനൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതവർ ആ ഒരു ഇമോഷൻസ് എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്ന അല്ലെങ്കിൽ വളരെ ലൗഡായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആരോടും അവരത് പറയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇവരെ വല്ലാതെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഇൻഡിസിഷൻ മൈൻഡ് സെറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ ഈ ഒരു പേഴ്സൺ ഒരുപാടുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരുപാട് പല രീതിയിലുള്ള പൊരുത്തക്കേടുകളുള്ള വ്യക്തികളായിരിക്കാം. അതായത് പുറമേ നിന്ന് നോക്കുന്നവരുടെ മുന്നിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡിഫറൻസസ് ഉണ്ടെന്ന് തോന്നിയേക്കാം. അത് ചിലപ്പോൾ ഏജ് വൈസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമ്പത്തികം, ജോലി, ഫിസിക്കൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ ഭാഷ, അങ്ങനെ പല കാര്യങ്ങളിലും ചിലപ്പോൾ ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കും. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ ഒത്തുപോകുമോ എന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രയും കാര്യമായിട്ട് മുന്നോട്ട് പോരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിനായിട്ട് പോസിറ്റീവായിട്ട് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു മൈൻഡ് സെറ്റ് ഈ ഒരു പേഴ്സണ് ശരിക്കും ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണാം. ഒരു വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹക്കൂടുതലുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ കഴിയില്ല എന്നുള്ളൊരു മനസ്സുണ്ട്. മറ്റൊരു വശത്ത് നോക്കുമ്പോൾ ഒരു ഫിയർ, ആങ്സൈറ്റി, ക്ലാരിറ്റി ഇല്ലായ്മ കാര്യങ്ങൾ അപ്പുറത്തെ വശത്തുണ്ട്. ഈ 2 കാര്യങ്ങളും ഒരേപോലെ തന്നെ ഈ ഒരു പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നിങ്ങളിൽ നിന്ന് ഒന്ന് മാറിപ്പോവാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഒരു തോട്ട്സ് ഒന്നും വേണ്ട, വേറെ വല്ല കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതിനകത്ത് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ഒരു കാര്യത്തിനെക്കുറിച്ച് ഹീലാവാനും പറ്റുന്നില്ല. ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. അങ്ങനെ ആകെ മൊത്തം ഒരു ഡിസ്റ്റർബ് മൈൻഡ് സെറ്റിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്കിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെയിൻ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്ന വ്യക്തിയുടെ ഒരു എനർജി തന്നെയാണ്. നേരത്തെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ്റെ സ്പ്രെഡ് എടുത്തപ്പോൾ പോലും കൂടുതൽ ഒരു പെയിൻ നിങ്ങളായിരിക്കും അനുഭവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു എനർജി നോക്കുമ്പോൾ ആ ഒരു പെയിൻ ചിലപ്പോൾ ഇവരുടേതും കൂടി ആയിരിക്കാം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു സ്റ്റക്നെസ്സിൽ പെട്ട് നിൽക്കുന്നത്. പക്ഷേ മാനസികമായിട്ട് നല്ലതുപോലെ ഒരു വിഷമം, ആ ഒരു പെയിൻ, സഫറിങ്സ് ഒക്കെ ഈ ഒരു വ്യക്തിക്കും ഉള്ളതായിട്ട് തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഒരുപക്ഷേ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള പ്രവൃത്തിയോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പ്രവൃത്തിയോ ചിലപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ ചില കാര്യങ്ങളിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എടുത്തിയാടി ആക്ഷൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ ഉള്ളതിനേക്കാളും ഒന്നും കൂടി താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. പെട്ടെന്ന് കയറി ഇതിനകത്ത് ചാടിക്കയറി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു താഴ്ചയിലേക്ക് പോകുന്നൊരവസ്ഥ. അപ്പോൾ അതും ഇവിടെ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ ആക്ഷൻ എടുക്കാനായിട്ട് ഭയപ്പെടുത്തുന്നുണ്ടാവാം. ഇനി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേഷനിലായാലോ എന്നുള്ളൊരു പേടി. അതായത് നേരത്തെ നമുക്കൊരു ബാഡ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ നമുക്കതിൽ നിന്നൊരു നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടിയതെങ്കിൽ പിന്നീടും ആ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ളൊരു ഫിയർ. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു സിറ്റുവേഷൻ സ്പ്രെഡ് പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക്
മനസ്സുകൊണ്ട് ഇതിനകത്തേക്ക് വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവർ പുറകിലേക്ക് പോകുന്നതും ആ ഒരു സ്റ്റക്നെസ് ഉണ്ടാവുന്നതും അതുകൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇത്രയും ഒരു വിഷമവും കാര്യങ്ങളും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മിസ്ഡ് ഫീലിങ്സ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു നൈറ്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു പാസ്റ്റ് ഈ ഒരു പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ചിലപ്പോൾ ആ തീർത്തും നോ കോൺടാക്റ്റിലൊക്കെയുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു എനർജിയൊക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് ഇവിടെ വരുന്നത്. ഇടയ്ക്കെങ്കിലും നിങ്ങളോട് കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ളതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയൊക്കെ ഉള്ളവർക്ക് ഒരു കാര്യമുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിയുടെ കണ്ണ് വെട്ടിച്ച് വന്ന് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫാമിലിയൊക്കെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഫോൺ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിലും ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ഒരുപക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിട്ടും അവർക്കൊരു സ്ട്രോങ് ആയിട്ട് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞാനായിട്ടൊരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറിയേനെ. പക്ഷേ എനിക്ക് അതിനും പറ്റുന്നില്ല. അവിടെയും ഞാൻ തോറ്റു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ചിലപ്പോൾ അതും ഈ ഒരു പേഴ്സണ് വളരെയധികം ഫീൽ ചെയ്യിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ ആകെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ കാണിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അതായത് അത്രയേറെ ആ ഒരു പേഴ്സൺ പെയിൻ അനുഭവിക്കുന്നുണ്ട്. പാസ്റ്റിലുണ്ടായ ചില കാര്യങ്ങൾ ഒരു ട്രോമ പോലെ അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ടാവാം. സ്വപ്നങ്ങളിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു മാറ്റം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ തടസ്സങ്ങളും മാറ്റി വലിച്ചെറിഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീഡമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും കൈയും കാലും കെട്ടിയിട്ടൊരവസ്ഥയായിരിക്കാം. അപ്പോൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ പൊട്ടിച്ചെറിഞ്ഞ് വളരെ ഫ്രീ ആയിട്ട് വരിക എന്ന് പറയില്ലേ. എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത്രയും അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 5, നമ്പർ 15, നമ്പർ 12, നമ്പർ 18. അതുപോലെ ഇവിടെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, അക്വേറിയസ് ആൻഡ് കാപ്രിക്കോൺ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ ഈ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ആ ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ വേറെ പല കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.